ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വഴുതനങ്ങ മെഴുക്ക് പുരട്ടിയാണ്. അതിലേക്ക് ഞാൻ 250 ഗ്രാം വഴുതനങ്ങ കട്ട് ചെയ്ത് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഓയിൽ ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. കുറച്ച് കടുക് മാത്രമേ ഇടുന്നുള്ളൂ. കടുകിട്ട് അതൊന്ന് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചതാണ്. അത് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്ത് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ പച്ച ചുവയൊന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റുക. ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ചെറിയ ഉള്ളിയാണ് ചേർക്കേണ്ടത്. ചെറിയ കഷ്ണങ്ങളായി മുറിച്ചത്. ഞാനിവിടെ 10 to 12 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി എത്രയും ചേർക്കുന്നോ അത്രയും കറിക്ക് ടേസ്റ്റ് കൂടും. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇതെല്ലാം ഒന്ന് സോട്ടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, വളരെ കുറച്ച് ഗരം മസാല, ആവശ്യത്തിനനുസരണമായി എരിവിനനുസരണം വറ്റൽമുളക് ചതച്ചത് ചേർക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് വറ്റൽമുളകിന് പകരം മുളക് പൊടി ആയാലും ചേർത്ത് കൊടുക്കാം. അത് എരിവിനാവശ്യമായിട്ട് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് പച്ചച്ചവ മാറിയതിന് ശേഷം കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഈ സമയം ചേർത്ത് കൊടുത്ത് നമുക്ക് ഒന്നും കൂടി ഒന്ന് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് മിക്സായി വന്നതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചാണ് വേവിക്കേണ്ടത്. സോ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് മൂടി വെച്ചൊന്ന് വേവിക്കാം. ഈ സമയത്ത് ഫ്ലെയിം ലോ ടു മീഡിയമിൽ ഇട്ടതിന് ശേഷം ഒരു 3 to 5 മിനിറ്റ്സ് അടച്ചു വെച്ച് വേവിക്കുക. ഈ സമയത്ത് 5 മിനിറ്റിന് ശേഷം ഒന്ന് തുറന്നു നോക്കി ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ 2 to 3 ഡ്രോപ്സ് വാട്ടർ ചേർക്കാൻ. ഞാൻ ചേർത്തിട്ടില്ല. ഇതുപോലെ വീണ്ടും അടച്ചു വെച്ച് ഒന്നും കൂടി ഒന്ന് വേവിച്ച് തുറന്ന് നോക്കി മിക്സ് ചെയ്ത് വെള്ളം വറ്റിച്ചെടുക്കാവുന്നതാണ്. ഇത് ചോറിന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു ഡിഷാണ്. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബായ്.